അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഞാൻ ഒരു നസീഹത്തോടുകൂടെ, ഒരു ഗുണകാംക്ഷയോടുകൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്റെ സഹോദരന്മാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വോയിസ് കൊടുക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കേൾക്കും വേണം, നിങ്ങൾ അതിനെ കുറിച്ചിട്ട് പഠിക്കും വേണം. ഞാൻ പറയണത് ഒറ്റയടിക്ക് നിങ്ങൾ എന്തായാലും വിശ്വസിക്കൂലല്ലോ. നിങ്ങൾക്ക് നിങ്ങളതായ ഒരു പഠനവും തീരുമാനവും ഒക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതില് പറയണത്, ഈ ഉലമാക്കളൊക്കെ പറയണത് ശിർക്ക് ചെയ്തവൻ കാഫിറാന്ന് തന്നെയാണ്. ഓനെ ഷെയ്ഖ് മുഹമ്മദ് ഖാത്തിബൊക്കെ പറയണത് ഓൻ മുശ്രിക്കല്ല എന്ന് വാദിക്കുന്ന ഒരുത്തണ്ട് ഓൻ കാഫിറാണെന്നാ പറയുന്നത്. അപ്പോ ഇപ്പൊ ഈ പുതിയ വാദമായിട്ട് ഈ നിയാഫ്, ഈ മൊഹ്സിനൈദീദ്, അതേമാതിരി സാജിദ്, അങ്ങനെ കുറച്ചൊരു ടീം ഈ ചെറുപ്പക്കാര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓലെ കുറിച്ചിട്ട് നമ്മൾ ശരിക്കും പഠിക്കാൻ തയ്യാറാണ്. പോലെ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളത്. ഓലെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്. ഏതുപോലെ എന്ന് വിചാരിച്ചാല് നമ്മളെ മാതാപിതാക്കള്, കുടുംബങ്ങളൊക്കെ, നാട്ടിലെ സാധാരണക്കാരൊക്കെ ഈ മൂല്യന്മാരുടെ ഷെറിൽപ്പെട്ട് ഹിദായത്ത് കിട്ടാതെ മരിച്ചുപോയി. ഈ മൂല്യന്മാര് കാരണത്താൽ. കാരണം ഈ മൂല്യന്മാരാണ് ഓലെ പയപ്പിച്ചത്. അതുപോലെയാണ് തൗഹീദ് കിട്ടിയ നമ്മളെ പയപ്പിക്കാൻ ഇറങ്ങി തിരിച്ചൊരു ടീമാണ് ഇവര് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പണി കിട്ടും. റസൂൽ അള്ളഹാനോട് ചോദിക്കുകയാണ്, എന്റെ മാതാവിന് വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യട്ടെ. അപ്പൊ അള്ളാന്റെ മറുപടി എന്താണ്? പറ്റൂലെന്ന്. നമ്മൾ ഫൈസൽ മുസ്ലിയാരോട് ഇതേ ചോദ്യം ചോദിച്ചു. ഫൈസൽ മുസ്ലിയാർ പറയണ എന്താണ്? പറ്റുന്നു. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ ശരിക്കും ഈ ശിർക്ക് ചെയ്യുന്ന ആളുകളെ മുശ്രിക്ക് തന്നെയാണ്. ശിർക്ക് നമ്മൾ ഇതുവരെയും പഠിച്ചതും ഒക്കെ അങ്ങനെ തന്നെ. ഈ ഒരു വാദം, ഈ കാനമൊന്നും ഇതുവരെ ഉദ്ധരിച്ചായിട്ട് ആരും പറഞ്ഞതായിട്ട് ഞാൻ പറയാൻ കേട്ടിട്ടില്ല. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഓലെ പറയലില്ല. ഇവലിപ്പോ അതിനിറങ്ങി തിരിച്ചൊരു ടീമാണ്. അതിനായിട്ട്, അതായത് ഞങ്ങളെ പടച്ചോ മടവൂരാണെന്ന് പറയുന്ന പോലെ തിരുത്താനല്ല നോക്കണത്. തൗഹീദ് കിട്ടി ശിർക്ക് ചെയ്യുന്ന ആളുകളെ, മുശ്രിക്കായ ആളുകളെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം, ഓലെ ഖാലിസ്ഥാനം അംഗീകരിക്കണം, ഓല് മാസം കണ്ടാല് നമ്മളത് സ്വീകരിക്കണം. അതൊക്കെയാണ് ബലവാദം. അതിന് സ്റ്റേജ് കെട്ടി നാട് നീളെ പ്രസംഗിച്ചുകൊണ്ട് നടക്കണത്. അപ്പൊ തൗഹീദ് പറയുന്ന ആളുകൾ ബലാണ് ഇപ്പോ എന്ത് ചെയ്യണത്? ഓല് പയച്ചോലാന്നാണ്. ഇവര് പയക്കും ചെയ്തു, ബാക്കിയുള്ള പയപ്പിക്കും ചെയ്യാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടീം, ഈ ചെറുപ്പക്കാര് ഇതുവരെ നമ്മൾ പ്രസംഗിച്ചതും നാട് നീളെ സ്റ്റേജ് കെട്ടി നമ്മൾ പറയുന്ന തൗഹീദും, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാനെ കുറിച്ചിട്ടും നൂഹ് നബിയുടെ ഭാര്യനെയും മകനെ കുറിച്ചിട്ടും ഇതൊക്കെ ഇനിയിപ്പോ നമ്മൾ തിരുത്തേണ്ട അവസ്ഥയാണ്. നമ്മളെ നാട്ടില് ഈ തൗഹീദുള്ള സലഫി ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പില് നാട്ടിൽ മരിച്ച, ഖുറാഫാത്തിൽ മരിച്ച ആളുകളുടെ ഫോട്ടോ ഇടുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ ഫോട്ടോ സ്റ്റാറ്റസ് വെക്കുക. അതൊക്കെയാണ് ഇപ്പോ ഈ ഒരു ടീം കാരണത്താല് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. തൗഹീദുള്ള ഗ്രൂപ്പിലാണ് ഇപ്പത് അവരുടെ ഫോട്ടോകൾ ഇടുന്നതും അവർക്ക് വേണ്ടി ദുആ ചെയ്യണമൊക്കെ. ഇവര് കാരണത്താല് സംഭവിച്ചതാണ് ഇപ്പോ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ട് ഒരു എതിർപ്പില്ലാത്ത അവസ്ഥയിലേക്ക് ഇപ്പോ നമ്മളെ നാട്ടില് ഈ തൗഹീദുള്ള ആളുകൾക്ക് വരെ എത്തി. ശിർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു വെറുപ്പുണ്ടാകലാണ് ഒരുത്തന്റെ ഈമാന്. ഓനെ കുറിച്ചിട്ടില്ല വെറുപ്പ്. കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവന് വെറുക്കാത്തവൻ എന്ത് ഈമാനുള്ളത്? ഓനും അതേമാതിരി തന്നെയാണ്, ശിർക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ പയച്ചു പോവും, നമ്മൾ ആ മുശ്രിക്കിന്റെ ലെവലിലേക്ക് എത്തും. അതെല്ലാരും മനസ്സിലാക്കണമല്ലാണ്.